എന്താ പേര്? വനജ. ഈ സ്ത്രീയെ നീ അറിയോ? അറിയോന്ന്? അറിയില്ല. ഒരു പരിചയമില്ല? ഇല്ല. ഇതുവരെ ഈ സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല? ഈ കൂടെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? ഇനി പറ, കണ്ടിട്ടില്ലേ? പറ, കണ്ടിട്ടില്ലെന്ന്. ഇവിടെ എങ്ങനെ പരിചയപ്പെട്ടു? എന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. നീ എന്ന് സ്ഫോടനം നടന്ന മീറ്റിംഗിന് പോയിരുന്നോ? പോയിരുന്നു. ആളെ അറിയാമായിരുന്നിട്ടും ആദ്യം എന്തിനാ കള്ളം പറഞ്ഞത്? പേടിച്ചിട്ടാ. പേടിച്ചിട്ട്? പത്രത്തിൽ ഫോട്ടോ കണ്ടു, അപ്പോഴാളെ മനസ്സിലായത്. കേക്ക്, ഈ വീട് പൂട്ടി സീൽ ചെയ്യണം. അതിനു മുൻപ് ഈ വീട് ശരിക്കും പരിശോധിക്കണം. കിട്ടാവുന്ന ഫിംഗർ പ്രിന്റ്സ് മുഴുവൻ എടുക്കണം. പറഞ്ഞു. ആകെ 10-25 ദിവസം ആ സ്ത്രീയുടെ വാടകയ്ക്ക് താമസിച്ചു എന്നല്ലാതെ അവരെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ആ സ്ത്രീക്ക് ജോലി എവിടെയാണെന്ന് പറഞ്ഞേ? ബോംബെയിൽ ഏതോ പത്രത്തിന്റെ ഇവിടുത്തെ കറസ്പോണ്ടന്റ്. സ്ത്രീ ആരാന്ന് തനിക്ക് അറിയോ? അറിയാം, പേപ്പറിൽ കണ്ടു. അവർ ഈ തരത്തിലുള്ള സ്ത്രീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ താൻ അവരെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഭാവിക്കണോ? കാണട്ടടോ, അവര് കണ്ട് രസിക്കട്ടെ. തനിക്ക് എന്താ അത്ര നഷ്ടം? ഇവിടുത്തെ കിരീടം വെച്ച ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കുമെന്ന് അവര് മനസ്സിലാക്കട്ടെ. എല്ലാവരെയും കസ്റ്റഡിയിൽ എടുത്തോണം. ഇവിടെ 24 hours കാവൽ നാളെ ഇടണം. ക്രൈം നമ്പർ 19/97-98. കേസ് അടുത്ത മാസം 20-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു പ്രാർത്ഥനയുണ്ട്. ബഹുമാനപ്പെട്ട ജഡ്ജി, ദയവായി കേൾക്കണം. 5-6 മാസം കഴിഞ്ഞു ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാഴ്ച വസ്തുവിനെ പോലെ കോടതി കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. ചെയ്ത കുറ്റം എന്തെന്നറിയാതെ, ഭാവി എന്തെന്നറിയാതെ ഇനിയും ഈ ശിക്ഷ സഹിക്കണോ? മാതൃകാ അധ്യാപകനുള്ള പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ വാങ്ങിയ ആളാണ് ഞാൻ. അധ്യാപന വൃത്തിക്കിടയിൽ ഒരു കുട്ടിയെ പോലും ഒരിക്കലെങ്കിലും വേദനിപ്പിക്കാത്ത ഞാനും എന്റെ കുടുംബവും ഈ പൈശാചിക കൃത്യത്തിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോ ഇനിയും സഹിക്കാൻ വയ്യ സാർ. സമസ്ത കുറ്റവും ഞാൻ സ്വമേധയായി ഏറ്റിരിക്കുന്നു. ഇനി കിട്ടാനുള്ള പ്രതികളുടെ കുറ്റം കൂടി ഞാൻ ഏൽക്കുന്നു. തൂക്കിക്കൊല്ലാൻ എത്തിച്ചേക്കണം സാർ. അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. എന്താ അവർ ചെയ്ത കുറ്റം? പലരും കോടതിയിൽ നടത്തിയ വികാര പ്രകടനങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേട്ടത് അതുപോലെയല്ല. നന്നായി ഉള്ളിൽ തട്ടിയ ഒരു മനുഷ്യന്റെ വിലാപമായിരുന്നു അത്. A judge need not be sentimental, but necessarily he must be sensible. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ അവർ ചെയ്ത കുറ്റം? ഗൂഢാലോചന, യാഥാർത്ഥ്യം മറച്ചുവെക്കൽ, പ്രേരണ, കുറ്റവാളി ഒളിപ്പിക്കൽ, or something else? Come on, tell me, what's their crime? നിങ്ങളല്ലേ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ. നിങ്ങൾ പറയൂ, എന്താ അവർ ചെയ്ത കുറ്റം? അത് മറ്റുള്ള പ്രതികളെ കൂടി ലഭിച്ചാലല്ലാതെ. അവരെ കോടതി തേടി പിടിച്ച് കൈ കൊണ്ടുതരുന്നതാണോ പ്രതീക്ഷിക്കുന്നത്? അതോ അവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ ഇവര് ജയിലിൽ കിടക്കണം? കോടതിക്ക് തോന്നുന്നുവെങ്കിൽ അവരെ വിട്ടയക്കാമായിരുന്നു. How dare you say this now? നിങ്ങൾ അനുവദിച്ചോ അവരെ വിട്ടയക്കാൻ? അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ സ്വമേധയാ ഏത് പ്രതിയും ജാമ്യത്തിന് അർഹനാണ്. ഇവരുടെ കാര്യത്തിൽ കോടതി അതിന് തീരുമാനമായപ്പോൾ നിങ്ങൾ അതിനെ വെഹമെന്റ് ആയിട്ട് എതിർത്തില്ലേ? വിട്ടാൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും, പുറത്ത് കണ്ടാൽ ജനം അവരെ ആക്രമിക്കുമെന്നൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഘോരഘോരം വാദിച്ചില്ലേ? കാരണം മീഡിയ അത്രയ്ക്ക് ജനരോഷം ഉണ്ടാക്കി വെച്ചിരുന്നു ഇവർക്കെതിരെ. ഇവിടെ പലർക്കും വല്ലാത്ത ആവേശമായിരുന്നല്ലോ ദിവസേന പത്രവാർത്തയോടൊപ്പം ഫോട്ടോയോ അച്ചടിച്ച് കാണാൻ. ഇതുവരെ പ്രധാന കുറ്റവാളികൾ ആരൊക്കെയാണെന്ന സൂചന പോലും നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ മോട്ടീവും കോൺസ്പിറസിയും. വാട്ട് ഹാപ്പൻ ടു ദാറ്റ് കില്ലർ വുമൺ? ഈസ് ഷീ അലൈവ് ഓർ ഡെഡ്? ഈ ഫോട്ടോയെ ശിക്ഷിക്കാൻ കഴിയില്ല. ഐ എം സോ സോറി ടു സേ ദിസ് നൗ. ദർ ഇസ് എ സീരിയസ് ലാപ്സ് ഫ്രം യുവർ സൈഡ്. നിങ്ങൾ ഈ കേസ് സത്യസന്ധമായി അന്വേഷിച്ച് പൂർത്തീകരിക്കുമെന്ന വിശ്വാസം കോടതിക്ക് ഇല്ലാതായിരിക്കുന്നു. മറ്റേതെങ്കിലും ഏജൻസിയെ വെച്ച് ഈ കേസ് അന്വേഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഗവൺമെന്റുമായി ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അറിയിക്കണം. തൃപ്തിയായില്ലേ? ഉടനെ വിളിക്കും പത്രക്കാരെ, എന്നിട്ട് ഈ വിശേഷം കൂടെ അറിയിക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഇതെന്താടോ?
പുതിയൊരു കേസാ, മായന്നൂർ പെൺവാണിപ്പം. സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. Shit! എനിക്ക് സൗകര്യമില്ല അന്വേഷിക്കാൻ. എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞ ആളോട് പറഞ്ഞേക്ക്. ഡൽഹിയിൽ നിന്ന് പുതിയ അന്വേഷണ സംഘം വരുന്നുണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇതും അവരെ തന്നെ ഏൽപ്പിക്കാൻ പറ. There is a limit for discrimination. I had enough. ഇതാദ്യത്തേതല്ല, പല പ്രാവശ്യമായി ഞാൻ ഈ അപമാനം സഹിക്കുന്നു. കണ്ണൂരിൽ വെച്ച് തുടങ്ങിയതാ. അവിടെ ഉണ്ടായ വെടിവെപ്പ് കേസ് ഏതാണ്ട് തീരാറായപ്പോ കൊള്ളില്ലെന്നും പറഞ്ഞ് എന്നെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. പിന്നെ തുടങ്ങിയ കന്യാസ്ത്രീയുടെ ആത്മഹത്യാ കേസ്. 1 വർഷത്തെ അധ്വാനത്തിന് ശേഷം ഏതാണ്ട് പ്രതിയെ പിടികൂടുമെന്നായപ്പോ അന്ന് എനിക്കെതിരെ പടവാളെടുത്ത പത്രത്തെ പ്രീതിപ്പെടുത്താൻ അവരാ കേസ് CBI ഏൽപ്പിച്ചു. ഇപ്പതേ ഇതും. എന്നിട്ട് എന്തായി? ആ കേസിനൊക്കെ എന്ത് സംഭവിച്ചടോ? ഇപ്പോഴും കൂറയും കുത്തി പൊടിയും പിടിച്ച് കിടക്കുന്നില്ലേ? ഞാൻ നിർത്തിയിടത്ത് നിന്നും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ? ഈ കേസിലും അതേ സംഭവിക്കൂ. സിറ്റ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പഴയ വീഞ്ഞ് പുതിയ ലേബിളിൽ ഇറക്കിയിരിക്കുക. അതൊരിക്കലും സ്റ്റാൻഡ് ആവാൻ പോകുന്നില്ല മാഡം, ഉറപ്പ്. താൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഈ ദുരന്തത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പറയാം. അത് ശരിയോ തെറ്റോ ആവാം. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുക്കളിൽ ഒരു കൊലയാളിയെയും അയാളുടെ സഹായിയായി പ്രബലനായ മറ്റൊരു വ്യക്തിയെയും കാണുന്നുണ്ട്. ശത്രുക്കൾക്ക് ഈ കർമ്മം കൊണ്ട് എന്താ ലാഭം? ആ ലാഭം തന്നെ ആയിരിക്കണമല്ലോ അവരുടെ ലക്ഷ്യവും. ആ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വല്ലാത്ത നിഗൂഢത കാണുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നതോ കാണുന്നതോ അല്ല ശത്രുക്കളുടെ ലക്ഷ്യം. ഇനി നിവൃത്തി? കുറ്റം തെളിയിക്കപ്പെടുമോന്ന് അറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ? അന്വേഷണത്തിനിടയ്ക്ക് പല ദുർഘടങ്ങളും വന്നേക്കാം. അതിൻ്റെ ഗതി തന്നെ മാറിയെന്നും വരാം. ഇതൊക്കെ ആണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥാനം അനുകൂലാവസ്ഥയിലായതുകൊണ്ട് നേരിയ പ്രകാശം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിവർത്തികാരകന്റെ സ്ഥാനവും. നിവർത്തി തരേണ്ട ഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ട. വടക്കോട്ടെന്ന് പറയുമ്പോൾ അന്വേഷണത്തിന് അവസാനം ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും